ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് പവർ മാനേജ്മെന്റ് ഐ സിയെ കുറിച്ച്. നമ്മൾ PMIC എന്നൊക്കെ വിളിക്കും അല്ലേ. അപ്പോൾ PMIC എന്നതിനെ കുറിച്ച്, PMIC എന്താണ്, എങ്ങനെയാണ് ഫംഗ്ഷൻ ചെയ്യുന്നത്, അതിനകത്ത് എന്തൊക്കെ നടക്കുന്നുണ്ടെന്ന് തുടങ്ങി PMICയെ കുറിച്ച് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലൂടെ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. കഴിഞ്ഞ സെക്ഷനിൽ നമ്മൾ ഐസികളെ കുറിച്ച് പറഞ്ഞിരുന്നു PMIC എങ്ങനെ ഐഡന്റിഫൈ ചെയ്യാന്നുള്ളത് അല്ലേ. നമുക്കറിയാം PMIC എന്നുള്ളത് മെയിൻലി അതിന്റെ ഔട്ട്പുട്ടിൽ ഒരുപാട് വോൾട്ടേജസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം. ഇതെല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്, പവർ മാനേജ്മെന്റ് ഐ സി. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇതിന്റെ ഔട്ട്പുട്ടിൽ കണ്ടമാനം കപ്പാസിറ്റേഴ്സ് ഫിൽട്ടർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാറുണ്ട്. അതുകൊണ്ട് തന്നെ മദർ ബോർഡുകളിൽ PMICയുടെ ചുറ്റും ഒരുപാട് കപ്പാസിറ്റേഴ്സിനെ കാണാൻ വേണ്ടി പറ്റും. അതായത് ഒരു ഐ സിക്ക് ചുറ്റും ഒരുപാട് കപ്പാസിറ്റേഴ്സ് കാണുന്നുണ്ടെങ്കിൽ ആ ഐ സി ആയിരിക്കും ആ മദർ ബോർഡിലെ PMIC ആയിട്ട് വർക്ക് ചെയ്യുന്നത്. അതുപോലെ കപ്പാസിറ്റേഴ്സ് മാത്രമല്ല, ഇതുപോലെ കോയിലുകളും ചിലപ്പോൾ ഉണ്ടാവാം. PMICക്ക് അടുത്ത് വലിയ വലിയ കോയിലുകൾ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഇത് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇനി നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഈ ഒരു IC, ഈ ഒരു PMIC എന്താണ് ചെയ്യുന്നത്. സിമ്പിളായിട്ട് നമുക്കറിയാം, ഇത് ഒരുപാട് സെക്ഷനിലേക്ക് വേണ്ട വർക്കിംഗ് വോൾട്ടേജ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഞാനത് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഒരു ബ്ലോക്ക് ഡയഗ്രാം വരച്ചിട്ടുണ്ട്. ആ ഒരു ബ്ലോക്ക് ഡയഗ്രാം വെച്ചിട്ട് നമുക്ക് ICയെ ഒന്നുകൂടെ സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ഒരു PMICയുടെ ബ്ലോക്ക് ഡയഗ്രാം ആണ് ഇത്. ഇതിനകത്ത് നമുക്കറിയാം, ഇവിടെ ഞാൻ ബക്ക് കൺവേർട്ടേഴ്സ്, അതുപോലെ LDO റെഗുലേറ്റേഴ്സ് എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. മെയിൻലി ഇതിന്റെ വോൾട്ടേജ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ആ സെക്ഷനിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, രണ്ടായിട്ട് കൺവേർട്ട് ചെയ്യാം. ബക്ക് കൺവേർട്ടേഴ്സ്, അതുപോലെ LDO റെഗുലേറ്റേഴ്സ് എന്ന് പറയാം. PMICയുടെ ഇൻപുട്ട് വോൾട്ടേജ് ഏതാണ്? അത് VPH അല്ലെങ്കിൽ VBAT എന്ന് പറയുന്നത് അല്ലേ. അതായത് 3.7 to 4.2 വോൾട്ട് ആണ് നമുക്ക് ഇൻപുട്ട് വരുന്നത്. കൂടുതൽ അത് നമുക്കറിയാം, PMICക്ക് VPH വരുന്നത് നമുക്ക് ചാർജിങ് IC അല്ലെങ്കിൽ BQIC എന്നൊക്കെ പറയുന്ന നമ്മുടെ PMI ICകളുണ്ട്. അത് നമുക്ക് അടുത്ത സെക്ഷനിൽ നമ്മൾ PMI ICകളെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. ഏതായാലും ബാറ്ററി വോൾട്ടേജിന് തുല്യമായ ഒരു വോൾട്ടേജ് തന്നെയാണ് എന്ത് ചെയ്യുന്നത്, നമുക്ക് ഇതിന്റെ ഇൻപുട്ട് ആയിട്ട് വരുന്നുണ്ടാവാം. അപ്പോൾ ആ ഒരു ഇൻപുട്ട് വർക്കിംഗ് വോൾട്ടേജ് കിട്ടിയതിന് ശേഷം എന്ത് ചെയ്യുന്നത്, ഇതിന് ഞാൻ പറഞ്ഞ ബക്ക് കൺവേർട്ടേഴ്സും LDO റെഗുലേറ്റേഴ്സും. അപ്പം ബക്ക് കൺവേർട്ടേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ഇത് കൂടുതൽ കറണ്ട് ആവശ്യം വരും, നമുക്ക് ഹൈ ആംബിയർ ആവശ്യം വരുന്ന. ഹൈ ആംബിയർ ഉദ്ദേശിക്കുന്നത് നമ്മുടെ മൊബൈൽ ഫോൺ ബേസ് ചെയ്ത് പറയുമ്പോൾ അതിനകത്ത് ഏതാണ് ഏറ്റവും കൂടുതൽ കറണ്ട് ആവശ്യം വരുന്ന സെക്ഷനുകൾ, അത്തരം സ്ഥലങ്ങളിലേക്ക് വേണ്ട വോൾട്ടേജുകൾ നമുക്ക് ഡൗൺ ചെയ്ത് കൊടുക്കുന്ന സ്ഥലങ്ങൾ. എക്സാമ്പിളോട് എഴുതിയിട്ടുണ്ട് CPU, അതുപോലെ തന്നെ ഗ്രാഫിക് പ്രോസസിംഗ് യൂണിറ്റുകൾ, അല്ലെങ്കിൽ അതുപോലെ മോഡം നെറ്റ്വർക്ക് സെക്ഷനിലേക്കൊക്കെ വേണ്ട വോൾട്ടേജ്, അങ്ങനെ കുറച്ച് സ്ഥലങ്ങളിലേക്കൊക്കെ വോൾട്ടേജ് കൊടുക്കുന്നത് കുറച്ച് ആംബിയർ കൂടിയ സ്ഥലങ്ങളായിരിക്കും. ഇനി രണ്ടാമതൊന്ന് വരുന്നത് LDO റെഗുലേറ്റേഴ്സ് എന്ന് പറയുന്നത്. അതെന്താണ്, അത് കുറച്ചുകൂടെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഭാഗങ്ങളായിരിക്കും. അപ്പോൾ നമുക്കവിടെ കുറച്ചുകൂടെ അത്ര തന്നെ ആംബിയർ എടുക്കുന്ന സെക്ഷൻസ് ആയിക്കോളണമെന്നില്ല. ഫോണിൽ മറ്റ് സെക്ഷൻസ് ഞാൻ കുറച്ചുകൂടെ നോട്ട് ചെയ്തിട്ടുണ്ട്, വൈഫൈ, സിം, ബ്ലൂടൂത്ത് എക്സെട്ര, അങ്ങനെ കുറേ സ്ഥലങ്ങളിലേക്ക് പൊതുവെ അത്ര വോൾട്ടേജ് നമ്മൾ VREG LDO എന്ന രീതിയിൽ നമുക്ക് മാർക്ക് ചെയ്യുന്നുണ്ടാവും. PMICക്ക് അകത്ത് നമുക്കറിയാം ഇത്തരം വോൾട്ടേജ് പ്രൊഡ്യൂസ് ചെയ്യുന്ന അതിന്റെ അകത്തുള്ള LDO സെക്ഷൻസ് ആയിരിക്കും. അതുപോലെ LDO എന്നുള്ള ICകൾ സെപ്പറേറ്റ് ആയിട്ട് മദർ ബോർഡിൽ വേറെയും വരുന്നുണ്ട്. അപ്പൊ അത് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്ന ഓരോ ICയെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇങ്ങനെ പറഞ്ഞു വരാം. അപ്പോൾ നമുക്ക് എല്ലാ ICയും കവർ ചെയ്യാം. ഇന്ന് നമ്മൾ PMIC മാത്രമാണ് പറയുന്നത്. അപ്പൊ ഇങ്ങനെ രണ്ട് സെക്ഷനായിട്ട് ഇതിനകത്ത് വരുന്നുണ്ട്. ഇവിടെ ഞാൻ കുറച്ച് സെക്ഷൻസ് എഴുതി, വൈഫൈ, സിം, ബ്ലൂടൂത്ത് ഇങ്ങനെ കുറച്ച് എഴുതിയിട്ടുണ്ട്. പിന്നെ നമുക്കറിയാം ക്യാമറ ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ ഓഡിയോ സെക്ഷനുകളിലേക്ക് വേണ്ട വോൾട്ടേജ്, അങ്ങനെയൊക്കെ വരുന്നത് നമുക്ക് ഇത്തരം LDO ഔട്ടുകളായിരിക്കും വരുന്നുണ്ടാവാം. പിന്നെ ഇതിനകത്ത് വേറൊരു സെക്ഷൻ കാണാൻ വേണ്ടി പറ്റും, ലോജിക് കൺട്രോൾ എന്ന് എഴുതി വെച്ചിട്ടുണ്ട് അല്ലേ. അതായത് നമുക്കറിയാം ഈ IC ഒക്കെ മറ്റ് ICകളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഇത് വർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു സെക്ഷനിലേക്ക് എത്ര വോൾട്ടേജ് ആണ് പാസ് ചെയ്യേണ്ടത് എന്നൊക്കെ രീതിയിലുള്ള കമ്മ്യൂണിക്കേഷൻസ് CPU ആയിട്ട് ഇതിനെ നടത്തിക്കൊണ്ടിരിക്കണം. അപ്പോൾ അങ്ങനെ കൺട്രോൾ സെക്ഷനുകളിലേക്ക് വരുന്ന ലൈൻസ് വരുന്ന ഏരിയ നമ്മൾ ലോജിക് കൺട്രോൾ. അപ്പോൾ നമുക്കറിയാം PMIC നമ്മൾ പവർ സ്വിച്ച് അമർത്തുമ്പോൾ നേരെ PMICയിലേക്കാണ് വരുന്നത്. അപ്പോൾ നമ്മൾ PMICയിലേക്ക് നമ്മൾ പവർ സ്വിച്ച് അമർത്തുന്ന സമയത്ത് അവിടെ എടുക്കേണ്ട ആക്ഷൻ എന്താണോ അതൊക്കെ കൺട്രോൾ ആണ് അല്ലേ. ആ ഒരു ഏരിയ ഒക്കെ ചെയ്യുന്നത് PMICക്കകത്ത് ഈ ഒരു സെക്ഷനിലായിരിക്കും. നമ്മൾ ലോജിക് കൺട്രോൾ എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ വരുന്ന പ്രധാനപ്പെട്ട ഒന്നാണ് RTC എന്നുള്ളത്. RTC നമുക്ക് നേരത്തെ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ ഇതിനകത്ത് സമയം തെറ്റാതെ നോക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ RTC എന്നുള്ളത് ഇതിനകത്ത് ഒരു ഓസിലേറ്റർ സെക്ഷൻ വേറെയും വർക്ക് ചെയ്യുന്നുണ്ടാവും. RTC എന്നുള്ളത് ഒരു ക്രിസ്റ്റലാണ്. അതിന് ഇന്റേണലായിട്ട് അതിന്റെ ഓസിലേറ്റർ സെക്ഷൻ വർക്ക് ചെയ്യുന്നത് PMICക്ക് അകത്തായിരിക്കും. അപ്പോൾ ആ ഒരു സെക്ഷൻ കൂടിയ ഒരു സംഭവമായിരിക്കും ഒരു PMICയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് ഭാഗങ്ങളാണ് ഇപ്പം ഞാൻ പറഞ്ഞത്. ഇനി വേറൊരു ബ്ലോക്ക് ഡയഗ്രാം വഴി കുറച്ചുകൂടെ കാര്യങ്ങൾ മനസ്സിലാക്കാം. അപ്പോൾ ഇവിടെ ഈ ഒരു ഡയഗ്രത്തെ നേരത്തെ ഇപ്പം നമ്മൾ പറഞ്ഞ പവർ ഡിസ്ട്രിബ്യൂഷൻസ് നമ്മുടെ എഴുതിയിട്ടുണ്ട്, ഡിഫറെന്റ് വോൾട്ടേജസ് ടു ഡിഫറെന്റ് സെക്ഷൻസ് അല്ലേ. നമ്മൾ നേരത്തെ പറഞ്ഞ ഒരുപാട് സെക്ഷനിലേക്കാണ് വോൾട്ടേജ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ ക്രിസ്റ്റൽ വരുന്നുണ്ട്, ക്രിസ്റ്റൽ നമ്മൾ RTC വരുന്നുണ്ട്. അതിന്റെ ഇന്റർണൽ സെക്ഷൻ ഓസിലേറ്റർ സെക്ഷൻ നമ്മൾ PMICക്ക് അകത്താണ് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അതുപോലെ CPU ആയിട്ടുള്ള കൺട്രോൾ ലോജിക് സർക്യൂട്ട്സ് ഒക്കെ വരുന്നുണ്ട്. നമ്മൾ പറഞ്ഞു CPU ആയിട്ട് എപ്പോഴും PMIC കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഏരിയ പറഞ്ഞു, ഇത്രയും നമ്മൾ പറഞ്ഞു. ഇനി നേരത്തെ പറഞ്ഞു ഇൻപുട്ട് വോൾട്ടേജ് ആയിട്ട് നമ്മൾ പറഞ്ഞു VBAT അല്ലെങ്കിൽ VPH 3.7 to 4.2 അല്ലെങ്കിൽ അപ്രോക്സിമേറ്റ് 4 വോൾട്ട് ആണെന്ന് പറയാം. അതുപോലെ ഓൺ ഓഫ് സെക്ഷൻ ഡയറക്റ്റ് കൺട്രോൾ ചെയ്യുന്നത് ആരാണ്, PMIC ആണ് നമുക്കറിയാം. പിന്നെ ഇതിന് അകത്ത് എന്താണ്, സിം സെക്ഷൻ. അപ്പോൾ നമ്മൾ സിം കാർഡ് ഇട്ട് കഴിഞ്ഞാൽ അതിന്
കൺട്രോൾ ചെയ്യുന്നത് നേരിട്ട് കണക്ട് ചെയ്തിരിക്കുന്നതൊക്കെ PMIC-യിലേക്കായിരിക്കും. അതുപോലെ ഓഡിയോ സെക്ഷൻ, സ്പീക്കർ, മൈക്ക് അതുപോലെയുള്ള ഓഡിയോ സെക്ഷനുകളൊക്കെ മൊബൈൽ ഫോണിനകത്ത് കൺട്രോൾ ചെയ്യുന്നതും PMIC ആണ്. അതുപോലെ സെൻസറുകൾ, ആംബിയന്റ് ലൈറ്റ് സെൻസർ പോലെയുള്ള സെൻസറുകളൊക്കെ വർക്ക് ചെയ്യുന്നത് കൺട്രോൾ ചെയ്യുന്നതൊക്കെ PMIC-യിലാണ്. അതുപോലെ ചാർജിങ് ഏരിയ കൺട്രോൾ ചെയ്യുന്നത്. നമുക്ക് ചില ഫോണുകളിൽ ചാർജിങ്ങിന് വേണ്ടി സെപ്പറേറ്റ് IC-കൾ വരുന്നുണ്ട്. എന്നാലും അതിന്റെ മാസ്റ്റർ കൺട്രോളിങ് ചെയ്യുന്നത് ആ ഫോണിനകത്തുള്ള മെയിൻ PMIC ആയിരിക്കും. ഓക്കെ, അപ്പോൾ PMIC എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? വോൾട്ടേജ് ഡിസ്ട്രിബ്യൂഷൻസ് ചെയ്യുന്നുണ്ട്, അതുപോലെ ഓൺ ഓഫ് കൺട്രോൾ ചെയ്യുന്നുണ്ട്, സിം ചെയ്യുന്ന, ഓഡിയോ, സെൻസേഴ്സ്, ചാർജിങ്, ഇങ്ങനെ കുറേ സെക്ഷനുകൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇത് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിന് വേറെ പല പേരുകൾ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഒന്ന് PMU, പവർ മാനേജ്മെന്റ് യൂണിറ്റ് എന്ന് ചിലപ്പോൾ പറയും, നമ്മൾ പവർ മാനേജ്മെന്റ് IC PMIC എന്ന് പറയും. അതുപോലെ UEM, യൂണിവേഴ്സൽ എനർജി മാനേജർ എന്ന ചില ഡിവൈസുകളിൽ എഴുതി വരാറുണ്ട്. ഞാൻ മൊബൈൽ ഫോൺ മാത്രം ബേസ് അതിൽ പറയുന്നത്, കുറച്ചുകൂടെ അതുപോലെയുള്ള ഡിവൈസുകളിലേക്ക് ചിലപ്പോൾ UEM എന്ന് യൂസ് ചെയ്യാറുണ്ട്. അതുപോലെ പിക്ക് അല്ലേ, പിക്ക് പവർ IC എന്ന രീതിയിൽ ഇതിന്റെ പേര് പറയാറുണ്ട്. ഈ രീതിയിലൊക്കെയാണ് PMIC നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. അപ്പോൾ നമ്മൾ പറഞ്ഞു, ഇത് PMIC നമ്മൾ ഓൺ ഓഫ് സെക്ഷൻ, നമ്മൾ ഓൺ ഓഫ് സ്വിച്ച് പ്രസ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യണം, അത് PMIC ഒരു പവർ സീക്വൻസ് തുടങ്ങും അല്ലേ. പവർ സീക്വൻസ്, അതായത് ഓരോ സെക്ഷനിലേക്കും അതിന്റെ നേരത്തെ പറഞ്ഞത് പ്രകാരമുള്ള ക്രമത്തിലുള്ള വോൾട്ടേജ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് തുടങ്ങും. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒരു പവർ, സാധാരണ ഡിവൈസുകളിലൊക്കെ, മൊബൈൽ ഫോൺ അല്ലാത്ത പല ഡിവൈസുകളിൽ നമുക്കറിയാം, സ്വിച്ച് നമ്മൾ വെക്കുന്ന എവിടെ ആയിരിക്കും, ഇൻപുട്ട് വോൾട്ടേജ് ആയിരിക്കും. അതായത് ഇവിടുത്തെ ഇൻപുട്ട് വോൾട്ടേജ് PMIC ഇൻപുട്ട് വോൾട്ടേജ് എന്നുള്ളത് VBAT അല്ലെങ്കിൽ VPH ആണ്. അവിടെ അല്ല നമ്മൾ സ്വിച്ച് വെക്കുന്നത് അല്ലേ. അതെപ്പോഴും PMIC-യിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്, കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. സ്വിച്ച് എന്നുള്ളത് നമ്മളൊരു സിഗ്നൽ അല്ലെങ്കിൽ നെഗറ്റീവ് സിഗ്നൽ എന്ത് ചെയ്യും, നമ്മൾ PMIC-യിലേക്ക് കടത്തി വിടുക, അങ്ങനെ ഒരു സിസ്റ്റമാണ് ഉപയോഗിക്കുന്നുണ്ടാവും. അപ്പോൾ നമ്മളെപ്പോഴാണ് പവർ സ്വിച്ച് അമർത്തുന്നത്, ആ സമയത്ത് എന്ത് ചെയ്യും, PMIC ഒരു പവർ സീക്വൻസ് സ്റ്റാർട്ട് ചെയ്തിട്ട്, പവർ ഓൺ സീക്വൻസ് സ്റ്റാർട്ട് ചെയ്തിട്ട് എല്ലാ ഡിവൈസ് അതിന്റെ ക്രമത്തിൽ ഏതൊക്കെ IC-കളിലേക്കാണ്, ഏതൊക്കെ സെക്ഷനുകളിലേക്കാണ് ഇനീഷ്യലി ഇങ്ങനെ വോൾട്ടേജ് പാസ് ചെയ്യേണ്ടത്, അത് ആ ഒരു സീക്വൻസ് സ്റ്റാർട്ട് ചെയ്യും. ഇത് ഓരോ സെക്ഷനും അതിന്റെ ക്രമത്തിലായിരിക്കും ഇങ്ങനെ വോൾട്ടേജ് പാസ് ചെയ്ത് പോകുന്നുണ്ടാവാം. ഇനി എല്ലാ വോൾട്ടേജും ഓക്കെ ആണെങ്കിൽ എന്താണ്, ഓക്കെ ആണെങ്കിൽ PMIC ഒരു പവർ ഗുഡ്, നമ്മൾ PS ഹോൾഡ് എന്നൊക്കെ പറയും, ആ ഒരു സിഗ്നൽ ഉണ്ടാക്കുകയും ചെയ്യുന്നിട്ട് എന്ത് ചെയ്യും, ഫോൺ ഫുള്ളായിട്ട് ഓൺ ആയി വരും ചെയ്യും. ഇങ്ങനെയാണ് നമ്മൾ സ്വിച്ച് അമർത്തുമ്പോൾ ഒരു PMIC-ക്കകത്ത് നടക്കുന്ന ഒരു സിമ്പിൾ പ്രോസസ്സ് അല്ലേ. നമ്മൾ എല്ലാ പവർ സീക്വൻസ് സ്റ്റാർട്ട് ചെയ്യുന്ന എല്ലാ സെക്ഷനിലേക്കും അതിന്റെ വേണ്ട പോലെ വോൾട്ടേജ് ഒക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ട് ഓക്കെ ആണെങ്കിൽ എന്ത് ചെയ്യാണ്, എല്ലാ വോൾട്ടേജും ഓക്കെ ആണെന്ന് മനസ്സിലാക്കിയ PMIC പവർ ഗുഡ് PS ഹോൾഡ് സിഗ്നൽ ഉണ്ടാക്കുകയും ചെയ്യുന്നിട്ട് എന്ത് ചെയ്യുക, ഫോണിനെ കംപ്ലീറ്റ്ലി ഓൺ ആക്കി കൊണ്ടുവരും ചെയ്യും. ഇനി ഒരു PMIC നമ്മൾ പറഞ്ഞു, മെയിൻലി നമ്മൾ ചെക്ക് ചെയ്യുന്നത് ഇതിന്റെ ഔട്ട്പുട്ട് വോൾട്ടേജസ് ഒക്കെ ഓക്കെ ആണെങ്കിൽ, ഇതിന്റെ ഔട്ട്പുട്ട് വോൾട്ടേജ് ലൈനുകളിലൊക്കെ എന്തുണ്ടാവും, കണ്ടമാനം കപ്പാസിറ്റേഴ്സ് വരുന്നുണ്ട് അല്ലേ. അപ്പോൾ ആ കപ്പാസിറ്ററുകളിലുള്ള വോൾട്ടേജ് ഒക്കെ വരുന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുവിധം PMIC വർക്കിംഗ് ആണ് എന്ന് ചെക്ക് ചെയ്യാം. PMIC ചെക്ക് ചെയ്യുന്നത് നമ്മൾ ആ രീതിയിലാണ്. സാധാരണ നമ്മൾ IC ആയതുകൊണ്ട് തന്നെ ഇതിന് റെസിസ്റ്റർ കപ്പാസിറ്റർ ചെക്ക് ചെയ്യുന്ന പോലത്തെ മൾട്ടിമീറ്റർ ഉപയോഗിച്ച് ചെക്കിംഗ് അല്ല. ഇതിന്റെ ഔട്ട്പുട്ട് ആക്റ്റീവ് ആണോ, ഇൻപുട്ട് വോൾട്ടേജ് കൊടുത്തതിന് ശേഷം നമുക്ക് പവർ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ ഔട്ട്പുട്ടിൽ പറഞ്ഞ സ്ഥലങ്ങളിൽ, പറഞ്ഞ കപ്പാസിറ്ററുകളിൽ അതിന്റെ വോൾട്ടേജ് വരുന്നുണ്ടോ നോക്കിയിട്ടാണ് ഒരു PMIC വർക്കിംഗ് ആണ് അല്ല എന്നൊക്കെ നമ്മൾ പറയുന്നത്. വോൾട്ടേജ് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടെന്ന് വെച്ചിട്ട് 100% ആ PMIC വർക്കിംഗ് ആണെന്ന് പറയാൻ പറ്റില്ല. ചില ഏരിയകളിൽ ഉണ്ടാവും, നേരത്തെ പറഞ്ഞ ചില കൺട്രോളിംഗ് സെക്ഷൻസ് ഒക്കെ വരുന്നുണ്ട്. എന്നാലും നമുക്ക് ഈ വോൾട്ടേജ് ഓക്കെ ആണെങ്കിൽ ഒരുവിധം ഈ IC എന്താണ്, ഓക്കെ ആണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ഇനി നമ്മൾ നോക്കുന്നത് PMIC ഏതൊക്കെ മദർ ബോർഡിൽ വരുമ്പോൾ ഏതൊക്കെ കമ്പനികളാണ് PMIC-കൾ നിർമ്മിക്കുന്ന രീതിയിൽ നമുക്ക് ഹാർഡ്വെയർ റിലേറ്റഡ് ആയിട്ട് കുറച്ച് കാര്യങ്ങളോട് നോക്കാം. അപ്പോൾ നമുക്കറിയാം, മൊബൈൽ ഫോണിന്റെ ഒരു മാർക്കറ്റിൽ ഏറ്റവും കൂടുതൽ PMIC നിർമ്മിക്കുന്ന മെയിൻലി 5 കമ്പനികളാണ് നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നത്. അതിൽ മെയിനായിട്ട് സാധാരണ CPU ഏത് കമ്പനിയാണോ, പ്രോസസ്സർ ഏത് കമ്പനിയാണോ നിർമ്മിക്കുന്നത്, കൂടുതലും അത് IC അതേ കമ്പനിക്ക് പറ്റുന്ന അവരുടെ തന്നെ IC-കളായിരിക്കും കൂടുതലും PMIC ആയിട്ട് വരുന്നത്. കൂടുതലും അങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കറിയാം, ഇതിൽ വരുന്ന ഒന്ന് കോൽക്കം, നമുക്ക് കേട്ടിട്ടുണ്ടാവും. കോൽക്കമിന്റെ PMIC-കൾ നമുക്ക് വരുന്നുണ്ട്. ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു IC മാനുഫാക്ചറിങ് കമ്പനിയാണ് ശരിക്കും കോൽക്കം അല്ലെ. ഇതിന് കൂടെ നമുക്കറിയാം സ്നാപ് ഡ്രാഗൺ പ്രോസസ്സേഴ്സ് ഒക്കെ വരുന്നത്. അപ്പോൾ ആ പ്രോസസ്സർ വരുന്ന ഫോണുകളിൽ കൂടുതലും എന്തുണ്ടാവും, കോൽക്കമിന്റെ തന്നെ PMIC-കളായിരിക്കും അതിൽ വരുന്നത്. നമ്മൾ കണ്ടിട്ടുണ്ടാവും, മദർ ബോർഡിലൊക്കെ തുറന്നു കഴിഞ്ഞാൽ കാണാം PM8953 അല്ലെങ്കിൽ PMI8952 നമുക്ക് PMIC ആയിട്ട് വരുന്നതും, ചിലപ്പോൾ കോൽക്കം പ്രോസസ്സർ വരുമ്പോൾ അതിന്റെ കൂടെ ചാർജിങ് IC-കൾ അങ്ങനെ ആയിരിക്കും വരുന്നത്. അതുപോലെ PM8150 അങ്ങനെയൊക്കെ തുടങ്ങിയുള്ള കുറേ IC-കളായിരിക്കും നമുക്ക് എന്ത് ചെയ്യുന്നത്, കോൽക്കം കമ്പനികളുടെ PMIC ആയിട്ട് വരുന്ന സീരീസിൽ കാണാൻ പറ്റും. ഇനി രണ്ടാമത് വരുന്നതാണ് MediaTek. എല്ലാവർക്കും സുപരിചിതമായ ഒരു സംഭവമാണ് MediaTek എന്നുള്ളത്. അപ്പോൾ ഏകദേശം ചെറിയ ഫോണുകളിലൊക്കെ അത് വരുന്നുണ്ട്, ആവറേജ് ഫോണുകളിലൊക്കെ MediaTek വരുന്നുണ്ട്. അതിന്റെ സീരീസ് ആയിരിക്കും വരെ. ഇപ്പോൾ എക്സാമ്പിൾ ആയിട്ട് MT6357 അല്ലെങ്കിൽ MT6328 ഇതുപോലെയുള്ള കുറേ നമ്പർ MT യൂസ് ചെയ്തിട്ടുള്ള നമ്പർ ഉണ്ടായിരിക്കും. പിന്നെ മൂന്നാമതൊന്നാണ് സാംസങ്ങിന്റെ IC-കൾ. അപ്പോൾ നമുക്ക് സാംസങ്ങിന്റെ എക്സിനോസ് പ്രോസസ്സേഴ്സ് വരുന്നുണ്ട് അല്ലേ. അപ്പോൾ അതിന് കൂടെ സാംസങ്ങിന്റെ തന്നെ PMIC-കൾ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ കൂടുതലും S2M U004 അതുപോലത്തെ സീരീസിൽ വരുന്ന S2M എന്നൊക്കെ പറഞ്ഞിട്ട് ആ രീതിയിൽ വരുന്ന നമ്പറിൽ വരുന്ന PMIC-കളായിരിക്കും
എക്സിനോസ് ഫോണുകളിൽ കൂടുതൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റുക. അതേപോലെ അതിന് കൂടെ നമുക്ക് ക്വാൾക്കമിന്റെ PMICകളും സാംസങ്ങിലൊക്കെ വരുന്നുണ്ട്. സാംസങ് പ്രോസസ് യൂസ് ചെയ്യുമ്പോഴും അതിന് കൂടുതലും PM ആയിട്ട് വരുന്ന, അതായത് ക്വാൾക്കമിന്റെ PMICകളും യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ വരുന്നത് നമുക്കറിയാം ആപ്പിൾ ഫോണുകളിൽ പിന്നെ ഐഫോണിന്റെ തന്നെ എന്തായിരിക്കും, ഐഫോണുകൾ ആപ്പിൾ തന്നെ സ്വന്തം നിർമ്മിക്കുന്ന PMICകളാണ് ഇത് ഉപയോഗിച്ച് വരുന്നത്. ആപ്പിൾ ഫോണുകൾ വരുന്ന സമയത്തൊക്കെ അവരെ സ്വന്തം ഐസികളൊന്നും അല്ലായിരുന്നു, പല കമ്പനികളുടെ ഐസികളൊക്കെ അവരത് യൂസ് ചെയ്തിരുന്നു. പക്ഷെ ഇപ്പോൾ എല്ലാം എന്ത് ഒരുവിധം ഐസികളൊക്കെ ആപ്പിൾ കമ്പനി തന്നെ സ്വന്തമായി നിർമ്മിച്ചിട്ടാണ് അവരുടെ ഫോണുകളിൽ യൂസ് ചെയ്ത് വരുന്നത്. അത് ആപ്പിളിന്റെ ഓരോ ഫോണുകളും, നമുക്ക് ആപ്പിൾ ഫോണിന്റെ സീരീസ്, അപ്പോൾ ആ ഒരു സീരീസിനനുസരിച്ച് ഓരോ മോഡലിനും ഏതാണോ വേണ്ടത് അത് അതിനു വേണ്ടി ഡിസൈൻ ചെയ്തിട്ടാണ് ഇപ്പോൾ ഓരോ ഫോണിലും വരുന്നത്. എല്ലാ ഫോണിലും എന്തായിക്കൊള്ളുന്നില്ല, ഒരേ PMICകളല്ല, ഓരോന്നിനും അവരായി ഡിസൈൻ ചെയ്ത് വരുന്ന പ്രത്യേക ഐസികളാണ് വരുന്നത്. പിന്നെ വരുന്ന ഒന്നാണ് നമുക്കറിയാം സ്പെക്ട്രം അല്ലെങ്കിൽ യൂണിസോക്ക് എന്നൊക്കെ പറയുന്ന ടൈപ്പ്. കൂടുതലും കാണാൻ പറ്റില്ല, എന്നാലും ചെറിയ ഫോണുകളിലൊക്കെ ഇത് വരുന്നുണ്ട്. ഇപ്പോൾ നമുക്കറിയാം ചെറിയ ഫോണുകളായിട്ടുള്ള ആൻഡ്രോയിഡിന്റെ ഒക്കെ തന്നെ ഫോണുകൾ ഐറ്റലിൽ വരുന്നുണ്ട്. അതുപോലെ ജിയോ ഫോണിലൊക്കെ നമുക്ക് വരുന്നത് സ്പെക്ട്രം പ്രോസസ്സറും അതിന്റെ PMICകൾ പോലത്തെ സാധനങ്ങൾ വരുന്നുണ്ട്. പിന്നെ നോക്കിയന്റെ ഒക്കെ ചില മോഡലൊക്കെ വരുന്നുണ്ട്. അതിലൊക്കെ നമുക്ക് ഇത്തരം ഐസികളാണ് കാണുന്നത്. കൂടുതലും SC എന്ന സീരീസിലൊക്കെയാണ് അത് കാണുന്നത്. പിന്നെ ഇതൊന്നും അല്ലാത്ത വരുന്നുണ്ട്, നമുക്ക് ഹ്യുവായിലും അതുപോലെ തന്നെ വേറെ ചില കമ്പനികളിലൊക്കെ വേറെ ചെറിയ PMICകളൊക്കെ വരുന്നുണ്ട്. ഞാൻ മെയിൻലി വരുന്ന കുറച്ച് എണ്ണത്തിന് മാത്രമാണ് പ്രത്യേകം എടുത്ത് പറഞ്ഞത്. ഇനി നമുക്കറിയാം ഇതിൻ്റെയൊക്കെ ഡാറ്റ ഷീറ്റ് നമുക്കിപ്പം ബോർണിയോയിലൊക്കെ വളരെ വിശദമായിട്ട് ഇതിൻ്റെ ഡാറ്റ ഷീറ്റ് വരുന്നുണ്ട്, അല്ലെങ്കിൽ ഗൂഗിളിൽ, അതുപോലെ ഇപ്പോൾ ക്വാൾക്കം IC ആണെന്നുണ്ടെങ്കിൽ ക്വാൾക്കമിൻ്റെ സൈറ്റിലൊക്കെ പോയി കഴിഞ്ഞാൽ അവർ ഈ ICയുടെ ഡാറ്റ ഷീറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ICയുടെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നമുക്കിപ്പോൾ അവൈലബിൾ ആണ്. പരമാവധി നമ്മൾ എന്ത് ചെയ്യണം, ഒരു ICയെ കണ്ടു കഴിഞ്ഞാൽ ICയുടെ ഡാറ്റ ഷീറ്റ് എടുക്കുക, അതിൻ്റെ ഡീറ്റെയിൽ പറ്റാവുന്നത്ര ഡീറ്റെയിലൊക്കെ വായിച്ച് മനസ്സിലാക്കുക. അങ്ങനെ ICകളെ കുറിച്ച് നമ്മളങ്ങനെ മനസ്സിലാക്കുമ്പോഴാണ് നമുക്ക് മറ്റു പുതിയ മോഡലുകളിലൊക്കെ ഏത് IC വരുന്നു അതിനെ പറ്റിയുള്ള ധാരണ, അതിന് കൂടെ ഏത് പ്രോസസ്സറാണ് വരുന്നത് എന്നൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി പറ്റുക. അപ്പോൾ നമ്മളൊരു മദർ ബോർഡ് കിട്ടിക്കഴിഞ്ഞാൽ ഇപ്പോൾ സർവീസ് സെന്ററിൽ ഇരിക്കുന്ന ടെക്നീഷ്യന്മാരാണെങ്കിൽ അവരെന്ത് ചെയ്യുക, വർക്കില്ലാത്ത പ്രത്യേകിച്ച് വർക്കുകളൊന്നും വരാത്തൊരു സമയമാണെങ്കിൽ ഏതെങ്കിലും മദർ ബോർഡ് എടുത്തിട്ട് അതിൽ യൂസ് ചെയ്തിരിക്കുന്ന PMIC ഏതാണ്, അപ്പോൾ അതിന് കൂടെ ഏത് പ്രോസസ്സറാണ് ഈ കമ്പനി വെച്ചിട്ടുള്ളത്, അതിൻ്റെ ആ രീതിയിൽ അതിനെങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുക, റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും, മദർ ബോർഡിൻ്റെ സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ഇനി ഇതിലിപ്പോൾ ഞാൻ പറഞ്ഞ ഏതെങ്കിലും ഒരു ICയെ കുറിച്ച് മാത്രമായിട്ട് വീഡിയോ അല്ലെങ്കിൽ ഡീറ്റെയിൽ ആയിട്ട് കുറച്ചുകൂടെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഞാൻ ആ ഒരു ICയെ കുറിച്ച് മാത്രമായിട്ട് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്തു തരാം. നമുക്ക് റിപ്പയറിംഗ് ലെവലിൻ്റെ ഒരു ബിഗിനേഴ്സിന് ഉപകരിക്കുന്ന രീതിയിലാണ് ഞാൻ ഇതിനെ ഡിസൈൻ ചെയ്ത് പോകുന്നത്, ഈ ഒരു വീഡിയോ ട്യൂട്ടോറിയൽസ്. അതുകൊണ്ട് വല്ലാണ്ട് ഡെപ്തിലേക്ക് ഇറങ്ങി ചെയ്യുന്നില്ല. ആർക്കെങ്കിലും അത്തരം ആവശ്യങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ പറയാം, ഒരു ICയെ മാത്രമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഡീറ്റെയിൽ ഡാറ്റ ഷീറ്റ് പരിചയപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ ആ രീതിയിലുള്ള വീഡിയോസൊക്കെ നമുക്ക് ഈ സീരീസിനിടയിലൂടെ തന്നെ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. PMIC എന്നുള്ളത് ഫോണിൽ ഏറ്റവും പ്രധാനപ്പെട്ട IC തന്നെയാണ്. നമുക്ക് വരും വീഡിയോകളിലൊക്കെ അതാത് ICകൾ, ഓരോരോ ICകളെ കുറിച്ച് ഇതുപോലെ പഠിക്കാം. എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക. പരമാവധി കമൻറ്റുകൾക്കൊക്കെ റിപ്ലൈ തരുന്നുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാം.